വെറും 20 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ഏകദേശം ഒരു 4 കിലോയോളം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നൊരു സിമ്പിൾ ടിപ്പാണ്. ഈ ഒരു പറയുന്ന കാര്യം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പമാണ് കേട്ടോ കുടിക്കേണ്ടെങ്കിലായിരിക്കും നമുക്ക് ആ ഒരു 100% റിസൾട്ട് കിട്ടുക. പിന്നെ ഒരുപാട് വെയിറ്റ് ഗെയിൻ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് വയ്ക്കാത്തവർ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് അവലാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് വെള്ള അവലാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ അവലായാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് അവലായാലും നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം എടുക്കുക. ഇത് ഒരാൾക്കുള്ള അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അത് ആ ഒരു രീതിക്ക് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ബദാമാണ്. അത് ഏകദേശം ഒരു 8-9 ബദാം എടുക്കുക. പിന്നെ ഇത് നിങ്ങൾക്ക് എന്താ പറയുക, സ്കിന്നോട് കൂടിയിട്ടുള്ളതോ സ്കിന്ന് കളഞ്ഞിട്ട് എങ്ങനെയായാലും എടുക്കാം. ഞാനിപ്പോൾ സ്കിന്ന് കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്കിൻ കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ പൊടിച്ചാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് അങ്ങനെയായാലും നിങ്ങൾക്ക് ഇടാം. അങ്ങനെ അവലും ആ ഒരു ബദാം കൂടിയിട്ട് ഞാനിതുപോലെ ഒന്ന് പൗഡറാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവലും ബദാമും ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കുതിർത്തിട്ട് അങ്ങനെയായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ്. പശുവിൻ പാലാണ് ഞാൻ എടുക്കുന്നത്. പശുവിൻ പാൽ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് നോർമൽ കവർ പാലായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പാൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക. പാൽ എപ്പോഴും ഞാൻ ചൂടാക്കിയതിന് ശേഷം ആ ചൂട് മാറിയിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം പാൽ ചൂടാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു അളവിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടില്ലേ, ആ ഒരു പൗഡർ കൂടിയിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് പൗഡറാക്കിയിട്ടോ കുതിർത്തോ എങ്ങനെയായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ മസ്റ്റായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ബനാന. നമ്മുടെ വെയിറ്റ് ഗെയിനിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ബനാന. അപ്പം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ആ ഒരു ഡെയിലി ലൈഫിൽ ആ ഒരു ബനാന ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. കുഞ്ഞു ബനാന ആണെങ്കിൽ 2 വരെ ചേർക്കാം. വലുതാണെങ്കിൽ നിങ്ങൾക്ക് 1 ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ഇതിലോട്ട്, ഒരു വലിയ ബനാന ആയതുകൊണ്ട് 1 ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ന്യൂട്ടെല്ലയാണ്. അപ്പോൾ ന്യൂട്ടെല്ല നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ന്യൂട്ടെല്ല നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പീനട്ട് ബട്ടറോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ന്യൂട്ടെല്ല നിങ്ങൾക്ക് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അത് നല്ലതും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണ്ടത് ഡേറ്റ്സ് ആണ്. ഞാൻ 4 ഡേറ്റ്സ് വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റും അതിലൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഡേറ്റ്സ് ഞാൻ കുതിർത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് ഒന്ന് സോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ വേണ്ടത് സീഡ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സീഡ്സ് ആയാലും യൂസ് ചെയ്യാം. സൺഫ്ലവറോ പംകിൻ സീഡോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ സീഡ്സ് ആണ്. ഏകദേശം 1 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നട്ട്സും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടവും ഫ്ലേവറൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ലേ, അത് കഴിച്ചതിന് ശേഷം ഇത് 1 ഗ്ലാസ് മസ്റ്റായിട്ട് കുടിക്കുക കേട്ടോ. ഈ പറഞ്ഞ അളവ് കറക്റ്റായിട്ട് തന്നെ എടുക്കുക. നിങ്ങൾ ഒത്തിരി റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുത്താവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടിയിട്ട് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഇത് 2 വട്ടം കുടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് കിട്ടും. മോർണിംഗ് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം 1 വട്ടം കുടിക്കുക. രാത്രി നിങ്ങൾക്ക് ഡിന്നർ കഴിച്ചിട്ട് ഒരു 10-15 മിനിറ്റിന് ശേഷം ഇതൊരു ഗ്ലാസ് കുടിച്ചിട്ട് നിങ്ങൾക്ക് കിടന്ന് ഉറങ്ങാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. കുറച്ചും കൂടിയിട്ട് നല്ലൊരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമേ അത് മറ്റുള്ളവരോട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്